ഓരോ വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ വിചാരിക്കും നോമ്പ് തുറന്നു കഴിഞ്ഞാൽ ഇതൊക്കെ പാടെ തിന്നണമെന്ന്. എവിടെ വെള്ളം കുടിച്ച് കുടിച്ച് വയറുതപ്പ പൊട്ടുന്നുള്ള അവസ്ഥയായിരിക്കും. എന്നാലോ ഇതെല്ലാം വേണോ താനും. അപ്പോൾ കഴിഞ്ഞ ദിവസമൊന്നും വീഡിയോ ഇടാണ്ടിരുന്നത് വേറെ ഒന്നുമല്ലടോ, അധികം വിഭവങ്ങളൊന്നും നമുക്ക് നോമ്പ് തുറക്കാൻ ഉണ്ടാവാറില്ല. കാരണം ആർക്കും വേണ്ട. ആ കഞ്ഞി കുടിച്ച് വെള്ളം കുടിച്ച് വയറ് നിറച്ചിട്ട് പിന്നെ വേണോ വേണ്ടേന്നൊക്കെ പറഞ്ഞിട്ടാണ് കിടക്കാൻ പോണ നേരത്ത് എന്തെങ്കിലും രണ്ട് വറ്റ് കഴിക്കാം. അപ്പോൾ ഇന്ന് എന്തായാലും ചോറുണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചോറും കറിയൊക്കെ വെച്ചിട്ട് കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അത്താഴത്തിന് എന്താ കഴിക്കാമെന്ന്. അത്താഴത്തിന് രാത്രിക്ക് ഉണ്ടാക്കിയ നാഷ്ടേൻ്റെ ബാലൻസ് ഉണ്ടാവും കേട്ടോ. അതുതന്നെയാണ് ഞങ്ങൾ അത്താഴത്തിനും കഴിക്കുക. ഇവിടെ ഇന്നത് വേണമെന്നൊന്നും നിർബന്ധം ആർക്കും ഇല്ല. ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ തന്നെ 5:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നൊന്ന് ഫ്രഷ് ആയ ശേഷമാണല്ലോ അടുക്കളയിലോട്ട് കയറുക. അതുകൊണ്ട് തന്നെ ഒരു ഓട്ടപ്പാച്ചിലാണ്. എളുപ്പം ചോറിനുള്ള അരിയൊക്കെ ഇട്ടു. പിന്നെ ഒരു അടുപ്പിൽ പരിപ്പൊക്കെ വേവിച്ചെടുത്തു. സാമ്പാറിനുള്ളത് വാഴക്ക ബജി ഇതാ ഒരു വാഴക്കയും കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കിയത്. വാഴക്ക ബജി പൊരിച്ച ശേഷം വീണ്ടും കുക്കർ അടുപ്പത്തോട്ട് കയറ്റിയിട്ട് ഇതാ കഷ്ണങ്ങളൊക്കെ വേവിക്കാൻ വേണ്ടി വെച്ചു. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ബാക്കിയുള്ള മാവിൽ ഉള്ളിയൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉള്ളിപ്പൊക്കോടൊക്കെയുള്ള കൂട്ടും റെഡിയാക്കി. വീണ്ടും എന്താ എണ്ണച്ചട്ടീനെ അടുപ്പിലോട്ട് വെച്ചിട്ട് തേങ്ങ ഒന്ന് ചെരുവിട്ടോ. അത് ചൂടാകുമ്പോഴത്തേനും തേങ്ങ വറുത്തരച്ചിട്ടുള്ള സാമ്പാറാണ് ഇന്ന് വെക്കുന്നത്. ഉള്ളിപ്പൊക്കോടൊക്കെ ഇതാ പൊരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നാരങ്ങ വെള്ളം കലക്കുകയാണ്. കുറച്ച് സർബത്തിൻ്റെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് പഞ്ചസാര ഇട്ട് ബാക്കി സർബത്തൊക്കെ ഒഴിച്ചിട്ട് നാരങ്ങ വെള്ളം കലക്കാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ ഇടയിൽ കൂടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അതൊന്ന് വാറ്റി വെച്ചു. ഇനി ഇത് ബാക്കിയുള്ള ഉള്ളിപ്പൊക്കോടയും കൂടി പൊരിച്ചെടുത്ത് നാരങ്ങ ജസ്റ്റ് ഒന്നിങ്ങനെ അമർത്തി കൊടുത്തിട്ട് പിഴിഞ്ഞു കൊടുത്താലേ പെട്ടെന്ന് തന്നെ കൈ വേദനിക്കാണ്ട് ഫുൾ നീരും പിഴിഞ്ഞെടുക്കാൻ പറ്റും. സർബത്ത് ഇതാ ഇത്രേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കുടം വെള്ളം വേണം ഇവിടെ നോമ്പ് തുറന്ന് എല്ലാവർക്കും കുടിക്കാൻ. അപ്പോൾ അത് വെള്ളം അത്ര തണുപ്പില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ നേരെ ഫ്രീസറിൽ വെച്ചു. ഇനിയിപ്പോൾ അധികം സമയമല്ല, ഏകദേശം സമയം 6:30 ആയി എന്നുമ്മ അവിടുന്ന് പറയുന്നുണ്ട്. പിന്നെ ഞാനിതാ പെട്ടെന്ന് തന്നെ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. പണി ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ആ പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കുന്നുണ്ട്. കാര്യമായിട്ട് പിന്നെ പാത്രം കഴുകാനൊന്നും ഉണ്ടാവില്ല. തേങ്ങ മാത്രമാണ് കേട്ടോ ഞാൻ വറുത്തത്. പിന്നെ സാമ്പാർ പൊടി ഇട്ടിട്ട് അതൊന്ന് അരച്ചെടുത്തു. സാമ്പാറിലോട്ടുള്ള പുളി പിഴിയാൻ നേരത്താണ് കേട്ടോ റെസ്റ്റിൽ വന്നിട്ട് താഴത്തെ വീട്ടുകാർ തന്നതാണെന്ന് പറഞ്ഞിട്ട് ഇലയുടെയും കൊണ്ട് വന്നത്. അപ്പം ഞാൻ എളുപ്പം നമ്മുടെ പാത്രത്തിലേക്ക് ആക്കിയിട്ട് അവരുടെ പാത്രത്തിൽ കുറച്ച് കടികളും കൊടുത്തയച്ചു. ഈ കൊടുക്കലും വാങ്ങലൊക്കെ ഇവിടെ പതിവാണ്. അല്ലെങ്കിൽ എന്ത് സ്പെഷ്യൽ ഉണ്ടാക്കിയാലും നമ്മളങ്ങോട്ടും അവരിങ്ങോട്ടും തരാറുണ്ട്. അതല്ലേ ഒരു സ്നേഹബന്ധം എന്ന് പറയുന്നത്. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ സാമ്പാറൊക്കെ താളിച്ചൊഴിച്ചു. ഇനി ഒട്ടും സമയമില്ല. ഞാൻ ഇതാ നോമ്പ് തുറക്കാൻ വേണ്ടിയുള്ളതൊക്കെ ടേബിളിൽ കൊണ്ടുപോയി വെച്ചു. വെള്ളം അത്യാവശ്യം തണുപ്പായിട്ടുണ്ടായിരുന്നു. ആദ്യം നമ്മൾ പച്ചവെള്ളത്തിലാണ് കേട്ടോ ഇവിടെ നോമ്പ് തുറക്കല്ല. അതിന് ശേഷമാണ് നാരങ്ങ വെള്ളമൊക്കെ കുടിക്കുക. പിന്നെ കഞ്ഞിയും കടികളൊക്കെ കഴിക്കും. അപ്പോഴത്തേനും നമ്മുടെ വയറിൻ്റെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമാവും. പിന്നെ പോയി നിസ്കരിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ ബീറ്റാ.